ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചൂട തോരൻ അല്ലെങ്കിൽ ആൻചോവി ഒക്കെ അത് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ചൂട ക്ലീൻ ചെയ്ത് വെച്ചേക്കുക. പിന്നെ അരയ്ക്കാനുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ വേണം, അത് ഞാൻ എടുത്ത് വെച്ചേക്കുന്നു. പിന്നെ പച്ചമുളകും ഒരിത്തിരി ചെറിയ പീസ് ഗാർലിക്കും ഒരു കഷ്ണം ഇഞ്ചിയും. ഓക്കെ, പിന്നെ കറി ലീഫും എടുത്ത് വെച്ചേക്കുന്നു. ഓക്കെ, കറി ലീഫും ഗ്രീൻ ചില്ലിയും ഗാർലിക്കും ജിഞ്ചർ. അരയ്ക്കുമ്പോൾ വേണ്ട പൊടികൾ എന്ന് വെച്ചാൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അത് ഒരു ടീസ്പൂൺ വെച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ബാക്കിയെല്ലാം ചില്ലി പൗഡറും കൊറിയാണ്ടർ പൗഡറും ഒരു ടീസ്പൂൺ വെച്ചു. 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ എടുത്ത് വെച്ചിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ടർമറിക് പൗഡറും. പിന്നെ ഈ ഉലുവാപ്പൊടി ഞാൻ ഈ കടുക് വറുക്കുമ്പോൾ മാത്രം ഞാനത് ഇങ്ങനെ ഇട്ടൊന്ന് മൂപ്പിച്ചിട്ടിടാൻ വേണ്ടി വെച്ചേക്കും. ഇത് കടുക് വറുക്കാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ അരയ്ക്കാനുള്ളത് ഇതും, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മുളകും ഒരു ചെറിയ കഷ്ണം ഗാർലിക്കും ഇഞ്ചി, അത് കുറച്ച് മതി, ഒത്തിരി ഇടല്, കുറച്ച് കറിവേപ്പിലും. പിന്നെ ഞാൻ കുറച്ച് വടക്കൻപുളി ഇങ്ങനെ നമ്മൾ കുതിർത്ത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കുക. അതായത് നമ്മൾ ഈ ഫിഷ് വേവിക്കുമ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ എല്ലാം വെന്ത് കഴിയുമ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഇങ്ങനെ വഴറ്റി വെച്ചേക്കുക അതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതുകൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് പിന്നെ കടുക് വറുത്ത് അതിനകത്തോട്ട് ഇതെല്ലാം ഇട്ടിട്ട് അങ്ങനെ നമുക്ക് ഫിഷ് ചൂടത്തോരൻ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഈ തേങ്ങ ഒന്ന് ഇതിനകത്തിട്ട് ഞാൻ ചതയ്ക്കുമ്പോൾ തേങ്ങയും ഈ പൊടി പിന്നെ പച്ചമുളകും ചില്ലിയും ഗ്രീൻ ചില്ലിയും ഗാർലിക്കും ജിഞ്ചറും എല്ലാം കൂടി ഇതിനകത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ഫിഷിനകത്തിട്ടിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചൊരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാനിത് ചതച്ചിട്ട് വരട്ടെ തേങ്ങ. ഞാനിതെല്ലാം കൂടെ ആ ഉള്ളിയും ജിഞ്ചറും പച്ചമുളകും അതെല്ലാം കൂടെ ചതച്ചിട്ട് തേങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്യാൻ പോവാം. അത് ഞാനിങ്ങനെ ചതച്ചെടുത്തു. ഇനി നമുക്ക് ഈ പൊടി എടുത്ത് വെച്ചിരിക്കുന്നത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതും തേങ്ങയും കൂടെ നമുക്ക് ഒന്നിച്ച് ചതച്ചെടുക്കണം. ഇതിപ്പം ഞാനൊന്ന് ചതച്ചെടുത്തു. ഇനി ഞാൻ ഈ ഫിഷിനകത്തോട്ട് അത് ആഡ് ചെയ്യാൻ പോവാം. ഇതിപ്പോൾ ആ ചതച്ച തേങ്ങ ഞാൻ ഫിഷിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പും, നമുക്ക് ഓരോരുത്തർക്ക് ആവശ്യമുള്ള അത്ര ഉപ്പ് ഇടുക. പിന്നെ കുറച്ച് വെള്ളം, ഒരിത്തിരി മതി, ഒത്തിരി വേണ്ട. പിന്നെ നമ്മൾ ആ കുതിർത്ത് വെച്ച ഇതില്ലേ ആ പുളി, അതുകൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്കൊരു പാത്രം കൊണ്ട് അടച്ചു വെച്ച് ഞാൻ വേവിക്കാൻ വെക്കാം. അത് കഴിയുമ്പം വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഉള്ളി വഴറ്റി വെച്ച് അതിനകത്തോട്ട് ഇടണം. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് നമുക്കത് മിക്സ് ചെയ്ത് അതൊന്ന് ഞാൻ തൊട്ടെടുത്ത് വെച്ചിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് ചെറുതായിട്ട് വേവിക്കാൻ വെക്കാം. ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഞാൻ പറഞ്ഞില്ല പുളിയും ഇട്ട് നമുക്കൊരു പാത്രം കൊണ്ട് ഞാൻ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെക്കാം. ഓക്കെ, ഞാൻ എപ്പോഴും പറയാനുള്ള മീനൊന്നും ഒത്തിരി നമ്മൾ വേവിച്ച് അതിൻ്റെ ഉള്ള ഗുണങ്ങളൊന്നും കളയാതിരിക്കുക. ഓക്കെ, അപ്പം നോക്കുക, 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 10 മിനിറ്റ് വേണമെങ്കിൽ നിങ്ങളങ്ങനെ വെക്കുക. ഞാനിപ്പം നോക്കട്ടെ എത്ര ടൈം ഞാനിത് വെക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തിളയ്ക്കണം. ഒത്തിരി നിങ്ങൾ വെള്ളം അതിനകത്ത് ഒഴിക്കേണ്ട. അപ്പം മീനിനകത്തൊന്നും തേങ്ങയ്ക്കകത്തു നിന്നൊക്കെ വെള്ളം ഇങ്ങനെ വരുന്നതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. 5 മിനിറ്റ് കൂടെ നമുക്ക് വേണമെങ്കിൽ അടച്ച് വെക്കാം. ഇതിപ്പോൾ ഇത് 10 മിനിറ്റ് ഇങ്ങനെ ഞാൻ 5 മിനിറ്റ് അടച്ച് വെച്ച് പിന്നെ 5 മിനിറ്റ് ഞാൻ തുറന്ന് വെച്ച് ഇങ്ങനെ വേവിച്ച്. പിന്നെ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട. ഓക്കെ, പിന്നെ ഞാൻ നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചിട്ടാൽ മതി, ഒത്തിരി ഇടല്. ഓക്കെ, ഒത്തിരി ഇട്ടാൽ മതി, ഒത്തിരി ഇട്ടാൽ ഒരു വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് ഉള്ളി വഴറ്റി വെച്ചില്ല, അതുകൊണ്ട് ഇതിനകത്ത് ആഡ് ചെയ്യും. ഇതേ ഉള്ളി വഴറ്റി വെച്ചതും കൂടെ ഞാൻ ഇതിനകത്ത് ഇടാൻ പോകും. ഇത് ഞാൻ ചെറിയ ഉള്ളിയാണ് ഇങ്ങനെ ആക്കി വെച്ച് ഇനിയിപ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് കടുക്.
ചെറിയ ഉള്ളി ഞാൻ വഴറ്റിനകത്ത് ചേർത്തിട്ടില്ല. അതിങ്ങനെ ശരിക്കും നല്ല ടേസ്റ്റ് അതിനകത്ത് നമ്മൾ കഴിക്കുമ്പം കഴിക്കാൻ കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി ഇങ്ങനെ വഴറ്റിട്ടത്. ഞാനൊരു പാത്രം വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ എടുത്ത് ഒഴിച്ച് കടുക് ചേർക്കാൻ വേണ്ടി. അപ്പോഴാണ് ഞാൻ ശരിക്കും ഈ ഉലുവാപ്പൊടി ചേർക്കുമ്പം ഉലുവാപ്പൊടി ഇതിനകത്ത് ഇട്ടിട്ടില്ല. ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ടർമറിക് പൗഡറുമാണ് ഞാൻ ഇതിനകത്ത് ഇട്ടത്. ഉലുവ ഞാൻ ഇതിനകത്ത് ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് വറുത്തിട്ട് ഇടാം. അപ്പോൾ ഒന്നൊരു ടേസ്റ്റ് കൂടും. ഓക്കെ, കുറച്ച് ഉള്ളി ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതും കുറച്ച് ഓലായിട്ടുള്ള കുറച്ചേ ഉള്ളൂ, ഉലുവയും കൂടെ ഉണ്ട്. ഓക്കെ, അതും രണ്ടും കൂടെ ഒന്ന് കുറച്ച് മൂക്കാൻ സമയം വേണം. അത് രണ്ട് ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ഇനി നമുക്ക് കടുകും മുളകും കൂടി ഇട്ടിട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി ലാസ്റ്റ് ഇട്ടാൽ മതി. പക്ഷേ ഒത്തിരി അതിനകത്ത് കിടന്നാൽ കരിഞ്ഞു പോകും. നമ്മളിങ്ങനെ ഓഫ് ചെയ്തിട്ട് ഉലുവാപ്പൊടി ഒന്ന് ഇട്ടിട്ട് ചൂടാക്കിയാൽ മതി. കറിവേപ്പില അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉലുവപ്പൊടി മാത്രമേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അത് ലാസ്റ്റ് ഇതെല്ലാം മൂത്ത് കഴിഞ്ഞ് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് ആ ഫിഷ് നമ്മൾ പറ്റിച്ച് വെച്ചിരിക്കുന്നതും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ കടുകൊക്കെ പൊട്ടി ഞാൻ ഇപ്പം ആ പൊടിയും ഉലുവപ്പൊടിയും കൂടെ അതിനകത്തോട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ ഈ കരിയുണ്ടല്ലോ കഴിയുമ്പോൾ നമുക്ക് ഫിഷ് കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഫിഷ് കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചെറിയ ചൂട് വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ഓൾറെഡി കടുകൊക്കെ പൊട്ടിയാണല്ലോ. അപ്പം നല്ലൊരു അടിപൊളിയായിട്ടുള്ള, ഉപ്പൊക്കെ നോക്കുക, അടിപൊളിയായിട്ടുള്ള ഒരു ചൂടത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കി കഴി നോക്കുക. ഞാനൊരു സർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചൂടത്തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും അപ്പോൾ ഇതുപോലെ ട്രൈ നോക്കൊക്കെ. റിയലി ടേസ്റ്റി യമ്മിയായിട്ടുള്ള തോരന. ഒത്തിരി വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. ഓക്കെ, തേങ്ങയ്ക്കകത്തുനിന്നും ഫിഷിനകത്തുനിന്നൊക്കെ വെള്ളം വരും. ആവശ്യത്തിന് പറ്റിച്ചിട്ട് നമ്മൾ കടുക് വറുത്തതിനകത്തിട്ട് ഇടുക. ഓക്കെ, റിയലി യമ്മി ആൻഡ് ടേസ്റ്റി. ഓക്കെ, റിയലി യമ്മി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ആൻജോവി തോരൻ, ചൂടത്തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളപ്പം ഇങ്ങനെ കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് സാമ്പാറോ അവിയലോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഈ ആൻജോവി തോരനില്ലേ, ചൂടത്തോരനും വെച്ചൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, റിയലി റിയലി യമ്മിയായിട്ടുള്ള ഒരു ചൂടത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ശരിക്കും എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. ഓക്കെ, ശരിക്കും അമ്മയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.